ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു മീൻ മാർക്കറ്റിൽ പോവുകയാണ്. നമുക്ക് പോയി മീനൊക്കെ വാങ്ങിക്കാം. ഒരു വൈകിട്ടാണ് കേട്ടോ ഇറങ്ങണത്. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. പോകുന്ന വഴിയൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല. അപ്പോൾ രാത്രി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വെറുതെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. എച്ച് മാർട്ടിലാണ് വന്നേക്കണം. ഇതൊരു കൊറിയൻ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഒരുപാട് ടൈപ്പ് മീനുകളൊക്കെ കിട്ടും കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് കാണിച്ച ആ ഭാഗങ്ങളൊന്നും ഇടാം. അന്ന് എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കൊറിയൻ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അറിയാത്ത എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതേ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഫ്രൂട്ട്സുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു തവണ വന്നപ്പോൾ ചക്കയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മാതള നാരങ്ങ, നല്ല വലിപ്പമുണ്ടോ. ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല വലിപ്പമുണ്ട്. ഇത് റംബൂട്ടാൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു കരിഞ്ഞ ഉണങ്ങിയ പോലെയൊക്കെ ഇരിപ്പുണ്ടല്ലേ. അത് എനിക്ക് തോന്നണത് സീസൺ അല്ലാത്തതുകൊണ്ടാണ് തോന്നണത് അങ്ങനെ ഇരിക്കണത്. എനിക്കറിയാത്ത ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഈ കൂട്ടത്തിൽ കണ്ടായിരുന്നേ. പിന്നെ അതേ ഇത് മാങ്ങ. ഇത് സീസൺ അല്ലെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ ഈ മാങ്ങ. പക്ഷേ വലിയ മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല വില കൊടുക്കണം. മാങ്ങ പല ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 2-3 ടൈപ്പ് അവിടെ കാണുന്നുണ്ട്. ഇവിടെ സീസൺ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവും എല്ലാ ഫ്രൂട്ട്സുകളും. അങ്ങനെ അതേ ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങി ഇതേ ആ കാണുന്നത് മൊത്തം കപ്പലണ്ടിയാണ് പാക്ക് ചെയ്ത് വെച്ചേക്കണത്. എവിടെ ക്യാമറ വീഡിയോ എടുക്കണമെന്ന് സംശയമുണ്ട്. കാരണം നല്ല ഭംഗിയിലാണ് ഇവരൊക്കെ ഒതുക്കി വെച്ചത്. അത് പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കണ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ പഴങ്ങളാണ് കേട്ടോ. ഈ പഴം നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നണല്ലേ, ഈ ഒരു കളറിലുള്ളത്. അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ കൂടുതലും റോബസ്റ്റ് മോഡലുള്ള പഴങ്ങളാണ് കേട്ടോ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുക. അപ്പോൾ അതേ ഇങ്ങനെ കറങ്ങി ഇവിടെ മൊത്തത്തിൽ ഫ്രൂട്ട്സാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കാണുന്നത്. പിന്നെ ഞാൻ ദേ വേറൊരു സാധനം കണ്ടേ. എന്താണെന്നറിയോ, ഇതേ കരിമ്പ്. ഇത് കരിമ്പല്ലേ, കരിമ്പാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ചെറിയ പാക്കാക്കിയിട്ട് അവരിങ്ങനെ വെച്ചേക്കണേണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് കണ്ടില്ലേ, ഇത് ഒറിജിനൽ റോസാപ്പൂവാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ അത് കാണാനായിട്ട്. ഇങ്ങനെ അത് ഇങ്ങനെ ബൊക്കെ പോലെ ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. ഇതൊക്കെ വെജിറ്റബിൾസാണ്. ഇതിൽ നമുക്കറിയാത്ത കുറേ ടൈപ്പൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഇത് എന്താണ് സാധനമൊന്നും എനിക്കറിയില്ല, അതിൻ്റെ പേരും അറിയില്ല. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് വില കറി വെക്കണതൊക്കെ ആയിരിക്കണം, വെജിറ്റബിളാണെന്ന് തോന്നണം കണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മുളക് കണ്ടില്ലേ പല കളറിലായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ പ്ലാസ്റ്റിക് പോലെ തോന്നണില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഈ തണ്ണിമത്തനൊക്കെ ചിലത് നല്ല വലിപ്പമുണ്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ നേരെ കാണാണ്ട അതാ മൊത്തം ഫിഷാണ്, ഫിഷുകളുടെ ഒരു സെക്ഷനാണ്. അങ്ങനെ കണ്ടു ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫിഷാണ് വാങ്ങിക്കാൻ വന്നേക്കണം. ബാക്കിയുള്ള സാധനമൊക്കെ നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് പച്ചക്കറികളും ഒക്കെ നമ്മൾ വാങ്ങിക്കാറ്. ഇത് മറ്റേ സാൽമണാണ് കേട്ടോ. സാൽമണിൻ്റെ ഇങ്ങനെ പീസാക്കിയിട്ട് അവരിങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അതിങ്ങനെ എടുത്ത് ഇഷ്ടമുള്ള പീസ് എടുക്കാതെ അവിടെ കിറ്റ് വെച്ചേക്കണം. കിറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പീസുകൾ എടുത്ത്, അപ്പോൾ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു വില വരുന്നത്. നല്ല രസമുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അടുക്കി വെച്ചേക്കണം, കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. ഇത് നമ്മുടെ നമ്മുടെ കേരള മസാലയില്ലേ, അതിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ആരോ പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. എന്തായാലും നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ കേരള മസാലയൊക്കെ തേച്ചിട്ടേ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് തോന്നണത്. പിന്നെ അതുപോലെ ഇത് കറിയും വെക്കാൻ പറ്റുമെന്നാണ് തോന്നണത്. ഇത് കൂടുതലും ഇവരിങ്ങനെ സ്റ്റീക്കൊക്കെ ഉണ്ടാക്കും തോന്നണം, ഗ്രില്ല് ചെയ്യാനും ഒക്കെ ഈ ഒരു ഫിഷ് ഉപയോഗിക്കും. എന്തായാലും ഇതിനൊരു വേറൊരു സ്മെല്ലാണ് ഈ ഒരു മീൻ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ അതേ നമ്മളിപ്പോൾ മീനുകളുടെ സെക്ഷനിലേക്കാണ് കടന്നേക്കണത്. ഇഷ്ടംമാതിരി മീനുകളുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് മീനുകളുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പേരൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരൊന്നും വായിച്ചു നോക്കിയിട്ട് ഒന്നും ഒരു പിടിയും കിട്ടണില്ല. പക്ഷേ ഈ മീനൊന്നും കണ്ടിട്ട് എനിക്ക് അത്ര ഒരു ഫ്രഷ് ആയിട്ടൊന്നും തോന്നണമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടണ ആ ഒരു ഫ്രഷ്നെസ് ഒന്നുമില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, നമുക്ക് ഇതൊക്കെയല്ലേ ഇവിടെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇതൊക്കെ വാങ്ങിക്കാൻ വന്നേക്കണത്. ഒരുപാട് സ്ഥലങ്ങളിലും മീൻ കിട്ടും കേട്ടോ ഇവിടെ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ട്. പിന്നെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഫ്രോസൺ ടൈപ്പ് മീനുകളൊക്കെ കിട്ടും.
പക്ഷേ എവിടെ ചെന്നാലാണ് ഫ്രഷ് മീൻ കിട്ടുക എന്നുള്ളത് എനിക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മീൻ എനിക്ക് കണ്ടിട്ട് അത്ര ഫ്രഷ് ആയിട്ടൊന്നും തോന്നണമെന്നില്ല. ഇനിയിപ്പോൾ ഞാനത് ഇതിനു മുമ്പ് ഒരു തവണ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ചാളയാണ് കേട്ടോ. ചാള അയിലൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷെ ഒന്നും അത്ര അങ്ങോട്ട് ഒരു ഫ്രഷ്നെസ് ഇല്ലെങ്കിൽ ഞാൻ ചാള കുറച്ച് വാങ്ങിച്ച് കൊതിയായിട്ടാണ്. നമ്മുടെ നാട്ടിലാണല്ലോ അങ്ങനെയുള്ള മീനുകളൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അതൊക്കെ കിട്ടുമ്പോൾ ഒരു കൊതിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാം ചാളയൊക്കെ എങ്ങനെയാണ് വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ പല ടൈപ്പ്, ഒരുപാട് നമ്മൾ കാണാത്ത ടൈപ്പ് കുറേ മീനുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. നമ്മൾ മീൻ സെലക്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. അവർ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എത്ര പീസാക്കി വേണമെങ്കിലും തരും. ഈ മീനിൻ്റെ തല കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ പേടിയായിട്ട് പോയി. അപ്പോൾ അതേ അവിടെ 2 പയ്യന്മാർ ഇന്ന് ശരിയാക്കണുണ്ട്. അപ്പോൾ അവിടെയാണ് അവർ മീനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അവർ നമ്മൾ പറയണ ആ പീസ് അനുസരിച്ച് കട്ട് ചെയ്ത് തരും. അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ അങ്ങനെ കുറേ നേരം നോക്കി, നല്ല രസമുണ്ടായിരുന്നു അവരത് ഇങ്ങനെ ക്ലീൻ ചെയ്യണ കാണാനായിട്ട്. അവരാ കത്തി അപാരം തന്നെ ഒന്ന് തൊടുമ്പത്തേനും അതൊക്കെ അങ്ങോട്ട് കട്ടായി പോവുകയാണ്. നമ്മളൊക്കെ വീട്ടിലൊരു മീനൊക്കെ കട്ട് ചെയ്യാനായിട്ട് എന്തൊരു ബുദ്ധിമുട്ടാലേ ചെയ്യണം. അവരെയൊക്കെ ഒരു പ്രത്യേകതരം കത്തിയാണെന്ന് തോന്നണേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പല ടൈപ്പ് ഞണ്ടുകളുണ്ട്, ചെമ്മീനുകളുണ്ട്. പിന്നെ ഇവിടുന്ന് എനിക്ക് മീൻ മുട്ട കിട്ടിയായിരുന്നു കേട്ടോ. ഒരു തവണ ഞാൻ ഇവിടുന്ന് വാങ്ങി അത് ഫ്രൈ ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ മീനുകളൊക്കെ ഇങ്ങനെ പീസാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഒരു മീൻ 2 മീൻ ആ ഒരളവിലൊക്കെ ഇവർ നന്നാക്കി ക്ലീൻ ചെയ്തിട്ടാണ് ഇതൊക്കെ വെച്ചേക്കണത്. പീസാക്കിയും അല്ലാതെയും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. മീനിൻ്റെ തന്നെ എനിക്കറിയാത്ത കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പല പേരിലൊക്കെ ആയിട്ട്. ആദ്യമായിട്ടാണ് അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കാണുന്നത്. ഇത് കൊറിയൻ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റൊക്കെ ആയിരിക്കണം. ഇത് മൊത്തം ഉണക്കമീൻ പോലെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താണ്, കല്ലുമ്മക്കായാണോ? അങ്ങനെയാണ്ടോ എനിക്ക് തോന്നണം. ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നാവോ. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് മീനുകൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഞണ്ട് തന്നെ അവർ ഈ അക്വേറിയത്തിലൊക്കെ ഇട്ട് അവിടെ വെച്ചേക്കണതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഷോപ്പ് അടക്കണ നേരത്താണ് ചെന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരതൊക്കെ എടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഇത് ഉണക്കമീൻ്റെ സെക്ഷനാണ്. ഇത് ചെറിയ ഉണക്കമീനുകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. വലിയ മീനൊന്നും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടാവോ, ഞാൻ കുറേ നോക്കി, അതൊന്നും കണ്ടില്ല. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഇവിടെ. എന്തൊക്കെ വേണം എല്ലാ സാധനങ്ങളും. ഇത് പാലുകളുടെ ഒരു സെക്ഷനിലാണ് വന്നേക്കണത്. അല്ലെങ്കിലും ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാലേ വെറുതെ ഇങ്ങനെ നടന്നിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അതൊക്കെ ഒരു രസമാണ്. കാര്യം നമുക്ക് സമയമൊന്നുമില്ല എങ്കിലും ഇതൊക്കെ മേടിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു രസമാണല്ലോ. ഇതൊക്കെ ഓടി നടന്ന് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം, നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ച്. ഇത് മുട്ടയുടെ സെക്ഷനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചെന്നുള്ളൂ. നല്ല വലിപ്പത്തിലുള്ള മുട്ടയൊക്കെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ എന്താ ആനമുട്ടയൊക്കെ ഉണ്ടെന്ന്. അതൊന്നുമല്ല, സാധാ കോഴിയുടെയും താറാവിൻ്റെ ഒക്കെയാണ് തോന്നണത്. പിന്നെ നമ്മൾ കാണാത്ത കുറേ വെജിറ്റബിളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബേബി പൊട്ടറ്റോ ആണ്. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ കാണാൻ. കാരണം എന്ന് വെച്ചാലേ നമ്മളറിയാത്ത കുറേ പ്രൊഡക്റ്റുകളൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇത് നമ്മളിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലാണ് വന്നേക്കണത്. ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണത് മാങ്ങയാണ്. പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തൻ. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല റേറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരു തവണ വന്നപ്പോൾ എന്താ പറയുക, ഈ ഏത്തപ്പഴമൊക്കെ ഇല്ലേ, അതൊക്കെ ഇവർ ഇത്തിരി ഡാമേജ് ആയതൊക്കെ ഇവരിങ്ങനെ ഓഫറിലിട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചില ഫ്രൂട്ട്സുകളൊക്കെ ചിലപ്പോൾ അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു തവണ ചക്കയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഇത്തവണ ചക്ക മേടിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ എങ്കിൽ ഇത്തവണ ചക്ക എന്തായാലും കിട്ടിയിട്ടില്ല. അതെനിക്ക് തോന്നണം എപ്പോഴും ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് മിക്കപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് തീർന്നു പോയതാണെന്നാണ് എനിക്ക് തോന്നണത്. അതൊക്കെ പെട്ടെന്ന് തീർന്നു പോയി ചക്കയൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്കാണ് വന്നേക്കണത്. ഈ ഭാഗത്തേക്കൊക്കെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓരോ ബോക്സാക്കി ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ഇഷ്ടമാതിരി ഐറ്റംസുകളുണ്ട് കേട്ടോ. വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണിത്. അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകൾ, പാത്രങ്ങൾ, അങ്ങനെ എല്ലാ സെക്ഷനും ഉണ്ട് കേട്ടോ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചു പോകും. പിന്നെ ചിലതൊക്കെ നമുക്ക് അറിയാത്ത സാധനങ്ങളൊക്കെയാണ്. ഇവർ കൊറിയൻ ആയതുകൊണ്ട് കുറേ കൊറിയൻ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു
ഷോപ്പിലാണ് കേട്ടോ. ബബിൾ ടീ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോഴത്തേന് ഷോപ്പ് അടച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് 2 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പയ്യനത് ഉണ്ടാക്കണത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ട് അതിങ്ങനെ ഉണ്ടാക്കണ കാണാനായിട്ട്. ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും എന്തൊക്കെയോ എടുത്ത് ഒഴിക്കുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും കോമൺ ആയിട്ട് കാണാൻ പറ്റണ ഒന്നാണ് ഈ ബബിൾ ടീയുടെ കടകൾ. നമ്മുടെ നാട്ടിൽ കുലുക്ക് സർബത്തൊക്കെ കോമൺ ആണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ബബിൾ ടീ. അതിൻ്റെ ഉള്ളിലൊരു ബബിൾ പോലത്തെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ എന്തോ പാലൊക്കെ ചേർത്താണ് അത് ഉണ്ടാക്കണത്. നമുക്കത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബബിൾ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും അല്ലേ. ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ കട നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഇന്നിപ്പോൾ നമ്മളത് വാങ്ങി. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ നമ്മളത് പെട്ടെന്ന് തന്നെ കുടിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അത്. പല ഫ്ലേവറിലുള്ള കിട്ടും കേട്ടോ. ഇവിടെ അധികം ഫ്ലേവറൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ബബിൾ ടീ. നമ്മളങ്ങനെ അതൊക്കെ കുടിച്ചു. അതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ സാധനം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇറങ്ങിയില്ല, അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നറും കൂടി കഴിക്കാം. അപ്പോൾ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുറേ ഇന്ത്യൻസൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. എഡിസൺ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കണത്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇതൊരു കുഞ്ഞൊരു എന്താ പറയുക ഒരു ഏരിയയാണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഒരുപാട് ഐറ്റംസുകളുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്, ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഓപ്പോസിറ്റ് തന്നെയാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മളിതിന് മുമ്പും പോയിട്ടുണ്ട് ആ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ്. ഭയങ്കരമായ ടേസ്റ്റൊന്നുമില്ല, എങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നോർമൽ ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ നമ്മളിതേ ആ കാണാണ്ടോ കട, അങ്ങനെ മദീന എന്നാണ് പേര്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആദ്യം വിചാരിച്ചു ക്ലോസ് ചെയ്തിട്ടുണ്ടാവുന്നു, കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയല്ലോ. പക്ഷേ എന്തോ ക്ലോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതേ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ചിക്കൻ പക്കോടയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ പുതിനല ചട്നിയും ടൊമാറ്റോ സോസും അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിട്ടോ. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കടലപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിക്കനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിക്കൻ പക്കോട നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം എന്തേ ഒരു പ്ലേറ്ററാണ് കേട്ടോ വാങ്ങിയത്. ഗ്രിൽഡിൻ്റെ ചിക്കൻ ഉണ്ടായിരുന്നു, മട്ടൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ഒരു കബാബ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്താണ്ട, ചിക്കനല്ല മട്ടൻ, ഇത് ഈ പീസ് മട്ടൻ്റെ എല്ലൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഗ്രിൽ പ്ലേറ്ററാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത്തവണ അത് തന്നെ ഓർഡർ ചെയ്തു. പിന്നെ നമ്മളതേ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും ഈ റെസ്റ്റോറൻറ്റിൽ പാർസലാണ് പോകുന്നുണ്ടായിരുന്നത്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നമ്മൾ മെയിൻ മാർക്കറ്റിൽ പോണതിൻ്റെ ഒരു കാര്യമായിരുന്നു. അതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇവിടെ എവിടെയെങ്കിലും നല്ല ഫിഷുകൾ, നല്ല ഫ്രഷ് ഫിഷുകൾ കിട്ടണ എവിടെയെങ്കിലും സ്ഥലങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഫ്രോസൺ ഫിഷും കൂടി വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏതാണ് നല്ലതെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.